5.19 ആണ്. ഇത് നിങ്ങളെ ഈ ചാപ്റ്റർ 5 ലാസ്റ്റ് സെക്ഷനിലുള്ള ലാസ്റ്റ് തിയറാണ് 5.19. ഈ തിയറത്തിനെ കുറിച്ച് ഞാൻ ആദ്യം ഒരു പോയിന്റ് പറയാം. ഈ തിയറം എന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ തിയറത്തിന്റെ വേറെ ഒരു വേർഷനാണ്. മീൻ വാല്യൂ തിയറത്തിൽ നമ്മൾ പഠിച്ചത് ഈ ഒരു ഇക്വേഷൻ ആയിരുന്നു. ഇക്വേഷൻ ഞാൻ എഴുതാം. മീൻ വാല്യൂ തിയറത്തിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും? എയുടെയും ബിയുടെയും ഇടയിൽ ഒരു എക്സ് ഉണ്ടാവും എന്നായിരുന്നു നമ്മൾ മീൻ വാല്യൂ തിയറത്തിൽ പഠിച്ചത്. ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളത് എന്താണ് എന്നുള്ളത് പറയാം. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മീൻ വാല്യൂ തിയറം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ എഫ് ആയിരുന്നു. ആ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണ് എന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നാണ് പറയുക. കാരണം അതിൻ്റെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച മീൻ വാല്യൂ തിയറത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്, എഫ് ഫ്രം എ ബി ടു ആർ. ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എഫ് ഫ്രം എ ബി ടു ആർ കെ ആണ്. അതായത് നമ്മൾ ഇവിടെ എഫ് ഓഫ് നമ്മൾ ഇവിടെ ഈ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് എവിടെ ഉണ്ടാവുക? ആർ കെയിലുള്ള ഒരു എലമെന്റ് ആയിരിക്കും. അതായത് ഒരു കെ ട്രിപ്പിൾ ആയിരിക്കും. സോ ഇതാണ് ഈ തിയറത്തിലുള്ള ഡിഫറൻസ്. മീൻ വാല്യൂ തിയറത്തിൻ്റെ തന്നെയാണ്, പക്ഷേ നമ്മളത് പറയുന്നത് ആർ കെയിലാണ്, ഫ്രം എ ബി ടു ആർ കെ ആണ്. അപ്പം തിയറത്തിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതായിരുന്നു മീൻ വാല്യൂ തിയറം. അതായത് മീൻ വാല്യൂ തിയറത്തിൽ നിങ്ങൾ ആദ്യം പഠിച്ച ഒരു മീൻ വാല്യൂ തിയറത്തിൽ ഒരു ജി എഫ് എക്സ് ഉള്ള തിയറം പഠിച്ചിട്ടുണ്ടാവും. അവിടെ ജി എഫ് എക്സ് സീക്വൽ എക്സ് എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇത്. അപ്പോൾ ഇതാണ് മീൻ വാല്യൂ തിയറത്തിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേർഷൻ. അപ്പം ഇതിൽ നമ്മൾ ആർ കെയിലേക്ക് ആകുമ്പോൾ എന്ത് ചേഞ്ച് വരും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഇവിടെ കുറച്ച് മോഡുലസുകൾ വരും. ഈ തിയറത്തിൽ ഇവിടെ ഒരു മോഡുലസ് ഇടുക. മോഡുലസ് ഓഫ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ബി മൈനസ് എന്ന് പറഞ്ഞാൽ ബി ഒരു റിയൽ നമ്പറാണ്, എ റിയൽ നമ്പറാണ്. പക്ഷേ ബി യേക്കാൾ വലുതാണ്, കാരണം നമ്മൾ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിലാണുള്ളത്. അപ്പം മോഡുലസ് ഓഫ് ബി മൈനസ് എ തന്നെയാണ് ബി മൈനസ് എ. അപ്പോൾ അവിടെ മോഡുലസ് ഇടേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ വരിക? മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളതാണ് റിസൾട്ട് വരിക. ഈ ബി മൈനസ് എ ഇങ്ങോട്ട് എടുത്താൽ എന്ത് വരും? എഫ് ഓഫ് ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്. സോ ഈ തിയറത്തിനെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് മീൻ വാല്യൂ തിയറം തന്നെയാണ് എന്നുള്ളതാണ്. ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് കോഡൊമൈൻ ആർ കെ ആണ്. കോഡൊമൈൻ ആർ കെ ആകുമ്പോൾ വേറെ ഡിഫറൻസ് വരുന്നത് ഇവിടെ എന്ത് വരും? എല്ലാത്തിനും ഒരു മോഡുലസ് ഇട്ട് കൊടുക്കുക മീൻ വാല്യൂ തിയറത്തിൽ. അപ്പം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മോഡുലസ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. മീൻ വാല്യൂ തിയറത്തിൽ എന്തായിരുന്നു? ഈക്വൽ ടു ആയിരുന്നു. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായിട്ട് മാറും. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മിക്കുക. മീൻ വാല്യൂ തിയറം ഓർമ്മിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ആർ മാറിയിട്ട് ഇവിടെ ആർ കെ ആവും കോഡൊമൈൻ. അപ്പോൾ നമ്മൾ എന്താവും? എല്ലാത്തിലും ഒരു മോഡുലസ് ഇട്ട് കൊടുക്കുക. ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകും. ഇനി തിയറത്തിൻ്റെ പ്രൂഫ് ഞാൻ പറയാം. നമ്മൾ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ വാല്യൂ തിയറം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ആറിലായിരിക്കണം, എഫ് ഫ്രം ആർ ടു ആർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്. ആ ഫംഗ്ഷൻ ആണ് നമ്മൾ ഫൈ ഓഫ് ടി. ഈ ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ ഫൈ ഓഫ് ടി ഇപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഉള്ളത് ഇത് ആറിൽ നിന്ന് ആർ കെയിലേക്കുള്ളതായതുകൊണ്ട് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആർ കെയിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് ആയിരിക്കും. അതായത് ഇവിടെ ഒരു കെ ട്രിപ്പിൾ ആയിരിക്കും. അതായിരിക്കും നമ്മളെ എഫ് ഓഫ് ടി. അപ്പോൾ നമ്മൾ പുതിയൊരു ഫൈ ഓഫ് ടി ഉണ്ടാക്കുകയാണ്. ഫൈ ഓഫ് ടി എങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഫൈ ഓഫ് ടി ഒരു റിയൽ നമ്പർ ആയിരിക്കണം. ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫൈ ഓഫ് ടിയെ കുറിച്ചിട്ടാണ് നിങ്ങൾ ആദ്യം ഓർമ്മിക്കേണ്ടത്. ഫൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു സെഡ് ഡോട്ട് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ആരുടെ കൂടെ എന്ന് വെച്ചാൽ എഫ് ഓഫ് ടിയുടെ കൂടെ. അപ്പം ഈ ഒരു ഇക്വേഷൻ ആദ്യം ഓർമ്മിക്കുക. ഫൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു സെഡ് ഡോട്ട് എഫ് ഓഫ് ടി. സെഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. എഫ് ഓഫ് എ ആണ്. നിങ്ങൾക്കറിയാലോ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ആർ കെയിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. എഫ് ഓഫ് എയോ അത് ആർ കെയിലുള്ള പോയിന്റ് ആയിരിക്കും. അപ്പോൾ അവിടെ മൈനസ് ആർ കെയിലുള്ള ഒരു പോയിന്റ് ആയിരിക്കില്ലേ? അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ആർ കെയിലുള്ള ഒരാളാണ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഈ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ആർ കെയിലേക്കുള്ള ഒരാളായതുകൊണ്ട് എഫ് ഓഫ് ടി ആർ കെയിലേക്കുള്ളതായിരിക്കും. ആർ കെയിലുള്ള രണ്ട് പേരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഡോട്ട് പ്രൊഡക്റ്റ് ഓൾവേസ് എന്തായിരിക്കും? ഈ കേസിൽ നമ്മൾ എല്ലാ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അത് ഓർമ്മിക്കുക. ആർ കെയിലുള്ള രണ്ട് പേരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്കൊരു റിയൽ നമ്പറാണ് കിട്ടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ പാർട്ട് 2 ആണെന്ന് ആയിരിക്കും. കെ വാല്യൂ 2 ആണെന്ന് ചുമ്മാ സീം ചെയ്യുക. അങ്ങനെ അപ്പോൾ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. 2 3 1 -2 ഇവർ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ എടുക്കുക? ആദ്യം 2 1 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2 കിട്ടി. പ്ലസ് നെക്സ്റ്റ് എന്ത് ചെയ്യും? ഈ 3 -2 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? -6. 2 + -6 ഈക്വൽ ടു എന്താ? -4 ആണ്. സോ നമ്മൾ R2 രണ്ട് പേരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്തായിട്ട് ഒരു റിയൽ നമ്പർ കിട്ടും. R3 രണ്ട് പേരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നിങ്ങൾ ഇതേപോലെ ചെയ്താൽ ഓർമ്മിച്ചാൽ നിങ്ങൾ മനസ്സിലാവും എന്താ കിട്ടുക? ഒരു റിയൽ നമ്പറാണ്. സോ ഡോട്ട് പ്രൊഡക്റ്റ് ഒരു റിയൽ നമ്പർ ആയിരിക്കും. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫൈ ഓഫ് ടി ഡിഫൈൻ ചെയ്തു. ഫൈ ഓഫ് ടി എന്താണ്? സെഡ് ഡോട്ട് അതൊരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എഫ് ഓഫ് ടി. അപ്പം സെഡ് എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. സെഡ് എന്താണ്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. അപ്പം ഇതെന്തായിരിക്കും? ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പം ഫൈ ഓഫ് ടിയെ കുറിച്ച് ഈ പോയിന്റ് എഴുതുക. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റിൽ എഴുതി നോട്ട്സ് നിങ്ങൾ ടെക്സ്റ്റിലെ കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഏറ്റവും നല്ലത് ഞാൻ പറയാം, ആദ്യം ഫൈ ഓഫ് ടി എന്താണ് എന്നുള്ളത് എഴുതുക. ഒരു കോമ ഇട്ടിട്ട് നിങ്ങൾ സെഡ് എന്താണ് എന്നുള്ളത് എഴുതുക. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഫൈ ഓഫ് ടി എഴുതി ഇക്വേഷൻ എഴുതുക, കോമ വേർ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നുള്ളത് എഴുതുക. അപ്പോൾ നമുക്കറിയാലോ ഫൈ ഓഫ് ടി എന്താണ്? ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. കാരണം ഈ ടിയുടെ വാല്യൂ എന്താണ്? എയുടെയും ബിയുടെ ഇടയിലുള്ള ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ നിന്ന് ടി എടുക്കുക. അപ്പം ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ നിന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷനാണ്? ഡോട്ട് പ്രൊഡക്റ്റിൽ നമ്മൾ എടുക്കുന്നത്. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? ടി. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെ ഉള്ള നമ്പറാണ്. ഔട്ട്പുട്ട് എന്തായിരിക്കും? സെഡ് ഡോട്ട് എഫ് ഓഫ് ടി എടുത്താൽ നമുക്ക് കിട്ടുന്ന റിയൽ നമ്പർ ആയിരിക്കില്ലേ? സോ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇൻ്റർവെൽ എ ബി ആണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആറും ആണ്. സോ ദിസ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ബി ടു ആർ. സോ ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക? മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം നമ്മൾ മീൻ വാല്യൂ തിയറത്തിൽ നിന്നാണ് നമുക്ക് ഈ തിയറം കിട്ടുന്നത്. സോ ഫൈ ഓഫ് ടിയിൽ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുക. എന്ത് വരും?
ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. അതിനെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് എക്സ്. ആക്ച്വലി ഇവിടെ നിങ്ങൾക്കുള്ള ഈ ഫംഗ്ഷൻ ഫൈ അല്ല സൈ ആണ്. എന്നാലും തൽക്കാലം നിങ്ങൾ ഫൈക്ക് വരെ നമുക്ക് പ്രൂഫിൽ സൈ യൂസ് ചെയ്യാം. അതായത് ഫൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതുന്നതാണ് ഫൈ. ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ ഒരു നൊട്ടേഷനാണ്. ഇത് ആക്ച്വലി സൈ ആണ്. അത് നിങ്ങൾക്ക് ഏത് നൊട്ടേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫൈ ആണ് യൂസ് ചെയ്തത് എന്ന് വിചാരിക്കാം. സോ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ഇസ് ഈക്വൽ ടു എന്ത് വരും? ബി മൈനസ് എ ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് നിങ്ങൾ എഴുതുക. അതാണ് അടുത്ത ഇക്വേഷൻ. അപ്പോൾ ബി മൈനസ് എ ഇൻറ്റു ഈ ഫൈ ഡാഷ് ഓഫ് എക്സ് ഫൈ ഓഫ് ടി ഇതല്ലേ. അപ്പോൾ ഫൈ ഓഫ് എക്സ് സെഡ് ഡോട്ട് എഫ് ഓഫ് എക്സ്. ഫൈ ഡാഷ് ഓഫ് എക്സ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. സെഡ് ഡോട്ട് എഫ് ഓഫ് എക്സ് എന്നുള്ള എന്തായി മാറും? എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. സോ നമ്മൾ എന്ത് എഴുതി? മീൻ വാല്യൂ തീരത്തിൽ നിന്ന് ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എയുടെ വാല്യൂ എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതി. ഫൈ ഡാഷ് ഓഫ് എക്സ് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഫൈ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ഡോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ്. സോ ഇതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് നമുക്ക് കൊടുക്കാം. ഇതിന് നിങ്ങൾ ഇക്വേഷൻ 1 എന്ന് എഴുതുക. നെക്സ്റ്റ് ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എയുടെ വാല്യൂയെ നിങ്ങൾ ഇതിൽ നിന്ന് എഴുതുക. ഫൈയുടെ നമ്മുടെ വാല്യൂയിൽ നിന്ന് എഴുതുക. ഫൈ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? സെഡ് ഡോട്ട്, അതായത് ഫൈ ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വരുന്നത്? ടിക്ക് പകരം ബി എന്ന് കൊടുക്കുക. അപ്പം ഫൈ ഓഫ് ബി എന്ത് വരും? ഫൈ ഓഫ് ടി സീക്വൽ ടു എന്തായിരുന്നു? സെഡ് ഡോട്ട് എഫ് ഓഫ് ടി. അപ്പോൾ ഫൈ ഓഫ് ബി എന്താണ്? ഫൈ ഓഫ് ബി ടിക്ക് പകരം ബി എന്ന് കൊടുത്താൽ എന്ത് വരും? സെഡ് ഡോട്ട് എഫ് ഓഫ് ബി. സിമിലർലി ഫൈ ഓഫ് എ എന്ത് വരും? സെഡ് ഡോട്ട് എഫ് ഓഫ് എ. അപ്പോൾ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ സീക്വൽ ടു അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? സെഡ് ഡോട്ട് എഫ് ഓഫ് ബി മൈനസ് സെഡ് ഡോട്ട് എഫ് ഓഫ് എ. സെഡ് കോമൺ ആയി പുറത്തെടുത്താൽ എന്ത് വരും? സെഡ് ഡോട്ട് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. പക്ഷേ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അത് സെഡ് തന്നെയാണ്. അപ്പോൾ അത് എന്ത് വരും? സെഡ് ഡോട്ട് സെഡ്. ഇനി ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് സെഡ് ഡോട്ട് സെഡ്. നിങ്ങളൊരു നമ്പറോ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ആ നമ്പറിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ. അപ്പോൾ സെഡ് ഡോട്ട് സെഡ് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? മോഡ് സെഡ് സ്ക്വയർ. അതായത് ഒരു നമ്പറിനെ അതുകൊണ്ട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ ആ നമ്പറിൻ്റെ ലെങ്ത് ആണ് മോഡ് സെഡ്, അതിൻ്റെ സ്ക്വയർ ആണ് കിട്ടുക. ഞാൻ അപ്പോൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ഈസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നിങ്ങൾ നോക്കുക. ഇക്വേഷൻ 1ൻ്റെ ഇക്വേഷൻ 2ൻ്റെ എൽ എച്ച് എസ് സെയിം ആണ്. അപ്പോൾ ആർ എച്ച് എസിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ആർ എച്ച് എസിനെ ഇക്വേറ്റ് ചെയ്യുമ്പോഴേ മോഡ് സെഡ് സ്ക്വയറിന് 2ൻ്റെ ആർ എച്ച് എസിൽ നിന്ന് നമ്മൾ തുടങ്ങി. മോഡ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1ൻ്റെ ആർ എച്ച് എസ് എഴുതുക. ബി മൈനസ് ഇൻറ്റു സെഡ് ഡോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുടെയും ഒരു മോഡ്ലെസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. മോഡ് സെഡ് സ്ക്വയറിൻ്റെ മോഡ്ലെസ് എടുത്താൽ അതെന്താണ്? മോഡ് സെഡ് സ്ക്വയർ തന്നെ. ഇപ്പോൾ ഇവിടെ ബി മൈനസ് ഇൻറ്റു സെഡ് ഡോട്ട് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ മോഡ്ലെസ് എടുത്താലോ? മോഡ്ലെസ് ഓഫ് ബി മൈനസ് ഇൻറ്റു മോഡ്ലെസ് ഓഫ് സെഡ് ഡോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതുക. ദാറ്റ്സ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ. ഞാനത് കൃത്യമായിട്ട് ഇവിടെ എഴുതാം. അപ്പോൾ നമ്മൾ ആ ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഇതായിരുന്നു കിട്ടുക? മോഡ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു സെഡ് ഡോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ഇക്വേഷനില്ല ഞാൻ മോഡ് സെഡ് സ്ക്വയറിൻ്റെ മോഡ്ലെസ് എടുത്ത്. മോഡ് സെഡ് സ്ക്വയർ അതിൻ്റെ മോഡ്ലെസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് ബി മൈനസ് എ ഇൻറ്റു മോഡുലസ് ഓഫ് സെഡ് ഡോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പം ഇനി ഇവിടെ നോക്കും. മോഡ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പോസിറ്റീവ് നമ്പർ. അതിൻ്റെ മോഡ്ലെസ് എടുത്താൽ തന്നെയല്ലേ കിട്ടുക. അപ്പോൾ എന്ത് കിട്ടും? ഇംപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതണേ. മോഡ് സെഡ് ഈ സ്ക്വയർ പുറത്താണ് ഈ സ്റ്റെപ്പിലെ. ആക്ച്വലി ഈ സ്റ്റെപ്പിൽ ഈ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് സ്ക്വയർ ഇവിടെയാണ് സ്ക്വയർ വേണ്ടത്. ഞാൻ എഴുതി തെറ്റിപ്പോയതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി എഴുതാം. അപ്പോൾ മോഡ് സെഡ് സ്ക്വയർ ഇതിൻ്റെ മോഡ്ലെസ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഇത് ഓൾറെഡി പോസിറ്റീവ് ആയതുകൊണ്ട് ഒരിക്കൽ കൂടെ മോഡ്ലെസ് എടുത്താൽ ആ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പോൾ മോഡ്ലെസ് എഴുതേണ്ട ആവശ്യമില്ല. മോഡ് സെഡ് സ്ക്വയർ ഈക്വൽ ടു ബി മൈനസ് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കില്ലേ. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറഞ്ഞാൽ ബി എക്കാളും വലിയ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ മോഡ്ലെസ് എടുത്താൽ അത് തന്നെയാണ് കിട്ടുക. ബി മൈനസ് എ പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ്ലെസ് ഓഫ് ബി മൈനസ് എ എന്നുള്ളതിനെ ബി മൈനസ് എ എന്ന് തന്നെ എഴുതാം. ഇനി അടുത്ത ആളാരാണ്? ഇയാൾ ഇൻറ്റു മോഡ്ലെസ് ഓഫ് സെഡ് ഡോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി നമുക്കൊരു ഇനിക്വാലിറ്റി ഉണ്ട്. അത് ഷോസ് ഇനിക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഇനിക്വാലിറ്റിയാണ്. അത് ഇതാണ്. മോഡ്ലെസ് ഓഫ് എ ഡോട്ട് ബി രണ്ടുപേരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ അതിൻ്റെ മോഡ്ലെസ് എടുത്താൽ ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ്ലെസ് ഓഫ് എ ഇൻറ്റു മോഡ്ലെസ് ഓഫ് ബി. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു ഇനിക്വാലിറ്റി ആയിരിക്കും. പക്ഷേ നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ ഈ കാര്യം എഴുതിക്കുക. ബൈ ഷോസ് ഇനിക്വാലിറ്റി ഈ ഒരു പോയിന്റ് എഴുതുക. സോ എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ ലാസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോകുക. ലാസ്റ്റ് ഇക്വേഷനിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ? ഈ എൽ എച്ച് എസ് ഞാൻ ഇതേപോലെ തന്നെയാണ്. അതായത് എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് സ്ക്വയർ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ബി മൈനസ് എ അതുപോലെ തന്നെ ഇവിടെയാണ് ഷോസ് ഇനിക്വാലിറ്റി നമ്മൾ യൂസ് ചെയ്യുക. സെഡ് ഡോട്ട് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ മോഡ്ലെസ്. അപ്പോൾ ഷോസ് ഇനിക്വാലിറ്റി പ്രകാരം നമുക്കറിയാം ഒരു ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ മോഡ്ലെസ് എടുക്കുമ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇയാളുടെ മോഡ്ലെസ് മോഡ് സെഡ് ഇൻറ്റു എന്തായിരിക്കും? മോഡ്ലെസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ അടുത്ത ഇക്വേഷനിൽ എഴുതാം. ഇവിടുത്തെ ഇക്വേഷനിൽ അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് സെഡ് സ്ക്വയർ സ്ക്വയർ പുറത്തിട്ടാൽ മതി. മോഡ് സെഡ് സ്ക്വയർ അകത്തിട്ടാലും ശരി തന്നെയാണ്. എന്നാലും നമ്മളിതിൽ സ്ക്വയർ പുറത്താണെന്ന് ഓർമ്മിച്ചാൽ മതി. മോഡ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു ഇനി മറ്റേ ആളുടെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ മോഡ്ലെസിനെ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തായി മാറും? ആക്ച്വലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും അല്ലേ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്നുകൂടി എഴുതാം. ബി മൈനസ് എ ഇൻറ്റു മോഡ്ലെസ് ഓഫ് സെഡ് ഡോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എന്താ? കോഷി ഷോസ് ഇനിക്വാലിറ്റി നമ്മൾ ഈ ടേമിനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ ആൾ എന്തായി മാറും?
ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായി മാറും മോഡ് സെഡ് ഇൻറ്റു മോഡ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈക്വാലിറ്റി എന്തായി മാറും, ഇവിടെ ഈക്വൽ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായി മാറും. ബാക്കിയുള്ള ടേംസ് എല്ലാം അതേപോലെ തന്നെ ബി മൈനസ് എ അങ്ങനെ എഴുതി, മോഡ് സെഡ് സ്ക്വയർ അങ്ങനെ എഴുതി. പക്ഷേ മോഡ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, മോഡ് സെഡ് ഇൻറ്റു മോഡ് സെഡ്. അപ്പോൾ അവിടെയുള്ള ഒരു മോഡ് സെഡിനെയും ഈ മോഡ് സെഡിനെയും എനിക്ക് ക്യാൻസൽ ചെയ്തൂടെ. ബാക്കിയുള്ളത് എന്താ കിട്ടുക, മോഡ് സെഡ് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു മോഡ് എഫ് ഡാഷ് ഓഫ് എക്സ്. പ്രിസൈസ്ലി ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. മോഡ് സെഡ് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി പ്രൂവ് ചെയ്യാനുള്ളതിൽ മോഡ് സെഡ് എന്നാണ് ഇവിടെ LHSലുള്ളത്. പക്ഷേ സെഡിൻ്റെ വാല്യൂ എന്തായിരുന്നു, സെഡ് നമുക്കറിയാം. സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് എഫ് ബി മൈനസ് എഫ് എഫ് എ ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ സെഡ് എന്ന് പറഞ്ഞാൽ എഫ് എഫ് ബി മൈനസ് എഫ് എഫ് എ ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, മോഡ്ലസ് ഓഫ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു മോഡ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ തിയറം പഠിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് തിയറം എന്താണ്, മീൻ വാല്യൂ തിയറാണ്. പക്ഷേ ആർ കെയിലേക്ക് പോകുമ്പോഴുള്ള മീൻ വാല്യൂ തിയറമാണ്, കോഡൊമൈൻ ആർ കെ ആകുമ്പോഴുള്ള മീൻ വാല്യൂ തിയറാണ്. അപ്പോൾ സാധാരണ മീൻ വാല്യൂ തിയർ എഴുതുമ്പോൾ അതിലൊരു മോഡ്ലസ് കൂടി ഇട്ട് കൊടുക്കുക, ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കുക. നെക്സ്റ്റ് പോയിന്റ്, നിങ്ങൾ എങ്ങനെയായിരുന്നു ഇത് പ്രൂവ് ചെയ്തത് എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ ഒരു സെഡ് ഉണ്ടായിരുന്നു, സെഡിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് എഴുതുക, മീൻ വാല്യൂ തിയർ അപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ഉണ്ടാവും. ആ ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എയുടെ വാല്യൂ ഡയറക്റ്റായി ഫൈൻഡ് ചെയ്യുക. രണ്ട് ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസിൻ്റെ RHS കമ്പയർ ചെയ്യുക. ബാക്കി ഈ ഇക്വേഷൻസ് ഇങ്ങനെ എഴുതി പോയാൽ പ്രൂഫ് കിട്ടും.